ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡോഗ് ഫാമിൻ്റെ പണി ഒരുമാതിരി തീർന്നിരണം കേട്ടോ. കുറേ ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഓരോ പണികൾ ഓരോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ടയറെല്ലാം സെറ്റ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ച് പിന്നെ സച്ചിൻ ബ്രോ പടം വരക്കണ ഫോട്ടോ നമ്മൾ ഇട്ടായിരുന്നു. പിന്നെ ഇവന്മാരെ സെപ്പറേറ്റ് ആക്കി കേട്ടോ. ഫ്രഞ്ച് ബുൾഡോഗ് ബീഗിളൊക്കെ ഒരു സെഷൻ, മിനിച്ചർ വെറൈറ്റികളൊക്കെ അപ്പുറത്തോട്ടാക്കി. ഇതെന്ന് വെച്ചാൽ ഇവന്മാർ ചെറിയ ചൂണ്ടിട്ട് വലിയ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. ഈ ബീഗിളിനെ ഫ്രഞ്ച് ബുൾഡോഗിനൊക്കെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഇവന്മാർ ചൊറിയും, ആമാരെ കയറി അങ്ങോട്ട് മാന്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കാണ്. പിന്നെ നമ്മുടെ വെക്സിന് ഓർത്തൊട്ട് മോശമല്ല, ഇവരും അങ്ങോട്ട് പോയി ചൊറിയലുണ്ട്. പിന്നെ ഇതിപ്പോൾ വന്നത് ഇങ്ങനെ നിൽക്കും, അങ്ങോട്ട് ചാടാൻ പറ്റുമോ നോക്കി ഇവിടെ ഇപ്പുറത്ത് നിൽക്കലാണ്. അപ്പുറമുള്ളവന്മാർ ഇപ്പുറത്തോട്ട് ചാടാൻ വേണ്ടി നോക്കി നിൽക്കലാണ്. ഒരു നേരം അടങ്ങി നിൽക്കൂല, ഇങ്ങനെ കിടന്ന് ഓട്ടമാണ്. അതേ ഒരുത്തം പോയി നിൽക്കണ നോക്കിയേ, നോർത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണതാണ്. പിന്നെ നമുക്ക് എപ്പിഫാം അടിപൊളിയാക്കി ഇട്ടേക്കണല്ലോ. ഇവിടെ അത്ര ശ്രദ്ധിക്കാറുണ്ടായില്ല, കാരണം ഇവിടെ ആരും വരലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇലയൊക്കെ വീണാകെ അലമ്പായിട്ട് ഇടയ്ക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫാമിലി വന്നപ്പോഴത്തേനും അവർക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, മൊത്തം കരിയിലേക്ക് വീണാകെ അലമ്പായിട്ട് ഇടയ്ക്കായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ ഡോഗ് ഫാം കൂടി അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് ആ ആഴ്ച തുടങ്ങിയ പണിയാണ്. മെറ്റിലടിക്കൽ കാര്യങ്ങളെല്ലാം കൂടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ നമ്മൾ പച്ചപ്പായ ഇട്ടേക്കുന്നതുകൊണ്ട് അധികം കരിയിലൊന്നും വീഴൂല. ഇപ്പോൾ ഉമ്മാർക്ക് അടിപൊളിയായിട്ട് നടക്കാം. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഉച്ചക്ക് 1 മണിക്കാണ്, നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ ഇവിടെ നല്ല തണലാണ്, ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. എപ്പോഴും തണൽ, നമുക്ക് ഉമ്മരെ എപ്പോഴെങ്കിലും അഴിച്ചുവിടാം. പിന്നെ നമ്മൾ മീൻ ടാങ്കുകളും കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗപ്പികളെയൊക്കെ കുഞ്ഞുങ്ങളോട് കൊണ്ടുവന്നിട്ട് വലുതാക്കിയിട്ട് തിരിച്ച് നമ്മുടെ ഫാമിലിയൊക്കെ തന്നെ കൊണ്ടുവരുന്ന രീതിയിൽ ഇവിടെ കുറേ ടാങ്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. തണലായതുകൊണ്ട് നമുക്ക് ഇവന്മാരെ ഏത് സമയത്ത് അഴിച്ചുവിടാം. അങ്ങനെ രാവിലെ വൈകുന്നേരം അങ്ങനെ ഒന്നും നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും അഴിച്ചുവിടാം, ഒരു പ്രശ്നമില്ല. നട്ട് ഉച്ച സമയമാണെങ്കിലും ഇവിടെ അടിപൊളിയാണ്. പിന്നെ കിടക്കാൻ വേണ്ടി ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെയാണ്, വേറെ പ്രശ്നങ്ങളില്ല, അടിപൊളിയാണ്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിറച്ച് മരങ്ങളാണ്, ഇതിൻ്റെ ചുറ്റും മുകളിൽ ഇങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തരി വെയിൽ നമുക്ക് പുറത്തോട്ട് ഇങ്ങോട്ട് താഴ്ത്തോട്ട് വരരുതണ്ട, ഇത്രയും ചുറ്റും മരങ്ങളുണ്ട്, അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊക്കെ നല്ല കാറ്റാണ്. നമ്മൾ വെറുതെ എ സിയിലൊന്നും പോയി കിടക്കണ്ട, ഇവിടെ വന്ന് ചുമ്മാ കിടന്നാൽ അങ്ങോട്ട് ഉറങ്ങി പോക്കോളും. ഇപ്പം നമ്മുടെ ബ്രീഡുകളെല്ലാം ഡോഗ് ഫാമിലോട്ട് മാറ്റി ബോർഡിങ്ങിന് വന്നത് മാത്രമാണ് ഗപ്പി ഫാമിലുള്ളത്. അതായത് സച്ചിൻ ബ്രോ വരച്ച പടമൊക്കെ ഇവിടെ ഉണ്ട്, അത് കുറച്ചുകൊണ്ട് തീരാനുണ്ട്. ആൾ വരാമെന്നുകൊണ്ട് ഇനി പിടിച്ചുകൊണ്ട് വരേണ്ടി വരും, ആളെ കിട്ടിയിട്ടില്ല, എവിടെയൊക്കെ ഓട്ടത്തിലാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസാണ് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.